ഹലോ ഗായ്സ്, ഇച്ചിരി എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. സോ ഗായ്സ്, ഇന്ന് എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ട് കൊല്ലത്ത്. അതുകൊണ്ട് ഞാനിപ്പോൾ അത് എടുക്കാൻ പോവുകയാണ്. സോ ആ കൊറിയറിനെ പറ്റി സ്പെഷ്യലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല, കാരണം തന്നയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി കാണും. അപ്പോൾ സോ ഞാൻ പോയി എടുത്ത് വന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പറയാം. ഗായ്സ്, അപ്പോൾ നമ്മുടെ കൊറിയർ വന്നിട്ടുണ്ട്. ട്രെയിൻ വഴിയാണ് കൊറിയർ വന്നത്. അപ്പോൾ ആദ്യം കൊറിയർ ഓഫീസിൽ വെച്ച് തന്നെ അവർ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് നോക്കിയായിരുന്നു അകത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടി. ഓക്കെ, പിന്നെ ഇപ്പം എൻ്റെ കൂടെ നമ്മുടെ കാശിയും പിന്നെ എൻ്റെ സിസ്റ്ററും ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരോടും ചേർന്നിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ഗായ്സ്, അപ്പോൾ നമ്മൾ ഈ കവർ നമ്മുടെ മീനെല്ലാം കൂടെ എടുത്തുകൊണ്ട് നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ടാങ്കും കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഗായ്സ്, അപ്പോൾ നമ്മുടെ സാധനം നമ്മളിവിടെ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. അപ്പോൾ പറയാതിരിക്കാൻ വയ്യ, നല്ല പാക്കിംഗ് ഒക്കെ ആയിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇതിനകത്ത് പേപ്പറൊക്കെ വെച്ച് പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലയോ, ഇത് നമ്മൾ ചെന്നൈയിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ അത്യാവശ്യം ഗുഡ് പാക്കിംഗ് ആണ്. പിന്നെ ചിലതിനകത്തൊക്കെ ഇച്ചിരി വെള്ളമൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ 2 ലെയർ കവർ ഉണ്ടായിരുന്നത് അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്തൊക്കെയുള്ള 1 ലെയർ കവർ എടുത്ത് മാറ്റിയിട്ടുണ്ട്. കാരണം പേപ്പറൊക്കെ വെച്ചിരുന്നുണ്ട്, കാണാൻ പറ്റില്ലായിരുന്നല്ലോ. അതുകൊണ്ട് നമ്മൾ ഒരു 1 ലെയർ കവറൊക്കെ മാറ്റി. അപ്പോൾ നിങ്ങൾക്ക് സാധനം കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കണ്ടില്ലേ? അപ്പോൾ ഇതാണ് സാധനം. കിടപ്പുണ്ട്. ഇതേപോലെ നമ്മുടെ ഇതിൽ 10 പീസ് കിടപ്പുണ്ട്. അപ്പോൾ ഇതിപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ ഈ ഒരു ഫ്രിഡ്ജ് വെട്ടിലാണ് ഇതൊന്ന് സെറ്റ് ചെയ്യുന്നത്. കുറച്ച് ഒരു 2 ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇത് മാറ്റി നമ്മൾ വേറെ ടാങ്കുകളായിട്ട് സെറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഗായ്സ്, ഞാൻ നമ്മുടെ പിള്ളേരൊക്കെ ഇറക്കി വിട്ടിട്ടുണ്ട്. അവന്മാരൊക്കെ പേടിച്ചൊരു മൂലയ്ക്ക് പോയി നിൽക്കുകയാണ്. കണ്ടില്ലേ ഇതേ ഗായ്സ്? ഒരു കാര്യം പറയാൻ വിട്ടു, അതായത് ഇത് നമ്മുടെ അലിഗേറ്റർ കാറല്ല, ഇത് നമ്മുടെ സ്പോട്ടഡ് കാറാണ്. ഇവർ അലിഗേറ്റർ കാറിൻ്റെ അത്രയും വലുതാവില്ല, പക്ഷേ ഏകദേശം ഒരു 2 അടിയിൽ കൂടുതലൊക്കെ വലുതാവും. അപ്പോൾ നമുക്ക് വലിയ ടാങ്കൊന്നും ഇല്ലാത്ത ആളുകൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ഈ ഒരു ഐറ്റമാണ് ഇത്. പക്ഷേ അലിഗേറ്റർ കാറിനെ പോലൊക്കെ തന്നെ അഗ്രസീവാണ്. ഏകദേശം അതിനൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്, പക്ഷേ അത്രയും വലുതാവത്തില്ല. അപ്പോൾ അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം മിക്ക ആളുകൾക്കും ഇപ്പോൾ സ്ഥലമില്ലാത്ത ആളുകൾക്കൊക്കെ ഇതിനെ സൂപ്പറായിട്ട് വളർത്താൻ പറ്റും. ഇപ്പോൾ അത്യാവശ്യം നല്ല ആക്റ്റീവാണ്. ഞാനിപ്പോൾ കൊണ്ടിട്ടതിന് ശേഷം എന്നാലും എനിക്ക് ചെറിയ പേടിയുണ്ട്, ഈ സാധനം ചാടി വല്ലതും പോകുന്നു. ഇതിങ്ങനെ ചാടിപ്പോകുന്നതായിട്ടൊന്നും ആരും പറയുന്നൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ അവർക്ക് പേടിയാട്ടോ. ഞാനങ്ങനെ ചുമ്മാ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഗപ്പീസിനൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. ഞാൻ നിന്നപ്പോൾ ഒന്നും കഴിച്ചില്ല. പിന്നെ ഞാൻ ടാങ്കൊക്കെ അടച്ച് ഒന്ന് താഴെ പോയി ഒരു 15 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇതിനകത്തൊന്നുമില്ല. ഒരു 10-15 ഗപ്പി ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതിനകത്തൊന്നും ഇരിപ്പില്ല, എല്ലാത്തിനും തട്ടിയിട്ടുണ്ട് എന്തായാലും. സോ ഗായ്സ്, അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോസിലൊക്കെ ഇതിനെ പറ്റിയുള്ള നെക്സ്റ്റ് അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടാവുന്നതായിരിക്കും, ഈ ഗാർഡ്സിനെ പറ്റിയുള്ള. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു.